മാറ്റി നിർത്താൻ സിനിമ നൽകുന്ന ഒരു സന്ദേശം? വിവാദങ്ങളൊന്നുമില്ല. അതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർത്തി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് പെൺകുട്ടികളുടെ എല്ലാം ഒരു സുരക്ഷ, ഒരുപക്ഷെ ദേശീയ സ്ത്രീ ശാക്തീകരണ നയം, അതിന് ചിലപ്പോൾ ഒരു പുതിയ ഏട് കൂടി എഴുതി ചേർക്കാൻ, നിയമപരമായ ഒരു പുതിയ ഒരു കെട്ട് വരികൾ എഴുതി ചേർക്കാൻ വലിയൊരു പോയിന്റർ ആയിരിക്കും ഈ സിനിമ. ഒരു സൂചന ഈ സിനിമയിലുണ്ടാവുമെന്നാണ് ഞാൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എല്ലാവരെയും ചിന്തിപ്പിക്കുകയും അതിന് ആ ആവശ്യത്തിന് വേണ്ടി എല്ലാവരുടെയും ഒരു വളരെ വോളിനസ് ആയിട്ടുള്ള ഒരു ശബ്ദം ഉയരട്ടെ. ജാനകി വിദ്യാധരന്റെ ശബ്ദം സ്ത്രീ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികളുടെ ശബ്ദത്തിന്റെ വലിപ്പം ഇന്നത്തെ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ വളരെ വളരെ വലിയ ശബ്ദമായി മാറട്ടെ. തീർച്ചയായും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജാനകി വിദ്യാധരന്റെ ശബ്ദം സ്ത്രീ സമൂഹത്തിന്റെ ശബ്ദമാവും. പ്രത്യേകിച്ച് ഒരുപക്ഷെ അവരുടെ ഏറ്റവും അമൂല്യമായ ഒരു നിധിയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ പുതിയ നിയമപരമായ ആ നിയമം നിർമ്മാണം മാത്രം പോരാ, അത് നടപ്പിലാക്കുന്ന രീതിയിലൊക്കെ ഒരു വലിയ വ്യതിയാനം കൊണ്ടുവരുന്നതിനുള്ള ഒരു സൂചന, താക്കീതോടുകൂടിയ സൂചന, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ ഈ സിനിമയിൽ നിന്ന് ഒരു ഭയങ്കര തട്ടുപൊളിപ്പൻ സിനിമയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും ചിന്തിപ്പിച്ച് നമുക്ക് സമൂഹത്തിൽ സിനിമ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഉതകണം. റവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻ, ജീവിത രീതിയിലേക്ക് നമുക്ക് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കാലത്തിനനുസൃതമായി വരുന്നതിന് വേണ്ടി നമുക്ക് ചർച്ചാ വിഷയമാകുന്നതിന് സിനിമ ശക്തമായ മീഡിയമാണ്. അങ്ങനെ ഒരു ശക്തി ഈ സിനിമയ്ക്കുണ്ട്.